ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നടത്തുന്ന യൂത്ത് കാരവാൻ അതിൻ്റെ സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയയുടെ അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഇനി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല, തർക്കമില്ലാത്ത വിഷയമാണ്. ഇപ്പോൾ ഇസ്ലാമോഫോബിയ ആണ് എന്ന് പറഞ്ഞ് അഭിമുഖീകരിക്കാൻ കേരളത്തിൽ അധിക സംഘടനകളും തയ്യാറായിട്ടില്ല. ഇസ്ലാമോഫോബിയ എന്ന് വിളിച്ച് അഭിമുഖീകരിക്കാനുള്ള ആർജവത്തിൻ്റെ പേരാണ് യൂത്ത് കാരവാൻ എന്ന് പറയുന്നത്. ആ യൂത്ത് കാരവാൻ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ എത്തുമ്പോഴേക്കും ഇസ്ലാമോഫോബിയയെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയാണോ ഇസ്ലാമോഫോബിയയുടെ പ്രവണതകളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഇസ്ലാമോഫോബിയ ഒരു യാഥാർത്ഥ്യമാണെന്ന് തുറന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സൃഷ്ടിയൊന്നുമല്ല. ലോകത്ത് ഇസ്ലാമിനെതിരെ പാശ്ചാത്യരുണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെറുപ്പിൻ്റെ പ്രചാരണമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തിയ പോരാട്ടം, യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം. ഭീകരവിരുദ്ധ യുദ്ധം എന്ന പേരിൽ അമേരിക്ക നടത്തിയ ആ ഒരു പോരാട്ടത്തിന് അവർക്ക് ഫലമേകാൻ ഉണ്ടാക്കിയ ഒരു സൈദ്ധാന്തികമായ ഒരു മുന്നൊരുക്കമാണ് ഇസ്ലാം വെറുപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നേരത്തെയും അതുകൊണ്ട് ഇസ്ലാമും മുസ്ലിങ്ങളെക്കുറിച്ചും അറബികളെക്കുറിച്ചും പൗരസ്ത്യരെക്കുറിച്ചുമെല്ലാം വളരെ തെറ്റായ ധാരണകൾ ലോകത്ത് രൂപപ്പെട്ടിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആക്രമണോത്സുകമാണ്, അപരിഷ്കൃതമാണ്, അമിത ലൈംഗികതയുള്ള ജനവിഭാഗമാണ്. ഇങ്ങനെ 4 ടെർമിനോളജികളാണ് ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനമായി പാശ്ചാത്യ ലോകം, യൂറോപ്പും അമേരിക്കയും ചിത്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ സിനിമകളിൽ, അവരുടെ സാഹിത്യങ്ങളിൽ, നോവലുകളിൽ അങ്ങനെ കൂടുതൽ പറയുന്ന ആളുകൾക്ക് നോബൽ പ്രൈസും കൊടുത്ത് ഈ ഇസ്ലാമോഫോബിയയെ ലോകത്ത് കെട്ടുറപ്പിച്ച് നിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച യൂറോസെൻട്രിക്കായ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തിൻ്റെ ഹോൾസെയിൽ ഡീലർമാരാണ് ഇന്ത്യയിൽ സംഘപരിവാർ എന്ന് പറയുന്നത്. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ അതൊരു ഐഡിയോളജിയാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നമ്മൾ ധരിച്ചു പോയാൽ അന്ന് സംഘപരിവാറിനെ നേരിടുന്നതിൽ ആദ്യത്തെ പരാജയം നമ്മൾ അനുഭവിക്കും. ഇതൊരു ഐഡിയോളജിയാണ്. ഭരണകൂടത്തിലും അധികാരത്തിലും സംഘപരിവാറിന്റെ പ്രതിനിധികൾ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല സംഘപരിവാർ വിരുദ്ധ പ്രതിരോധം തീർക്കാൻ നമ്മൾ തയ്യാറാവേണ്ടത്. സംഘപരിവാർ എന്ന് പറയുന്ന അവർ പരത്തുന്ന വിഷലിപ്തമായ വംശീയ മുൻവിധികളെ ചെറുക്കാനുള്ള ആർജവം കാണിച്ചുകൊണ്ടാണ്. സംഘപരിവാർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുച്ചൂടും തകർക്കുമെന്നത് നമ്മൾ നിലവിൽ നമ്മുടെ സാമ്പത്തികവും സാമൂഹികവുമായ മേഖലകളെ എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാം രാജ്യത്തെ ഏതൊക്കെ സാധനത്തിന് വില കൂടുമെന്നാണ് നമ്മൾ നോക്കിയത്, ഏതൊക്കെ സാധനത്തിന് വില കുറയും എന്നാണ് നമ്മൾ പരിശോധിച്ചത്. രാജ്യം തന്നെ വില കുറക്കുന്ന ഒരു ഏർപ്പാടായി സംഘപരിവാർ ബജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈവിധ്യമാണ് ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് കഴിഞ്ഞ പ്രഖ്യാപനങ്ങളെല്ലാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ തിരൂരിൽ ലാൻഡ് വാങ്ങിയാൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ്? വില്ലേജ് ഓഫീസിലോ രജിസ്ട്രാർ ഓഫീസിലോ ആണ്. ഇനി മുതൽ ലാൻഡ് കേന്ദ്രത്തിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. ഭൂമി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലേക്ക് കൈമാറാൻ പോവുകയാണ്. മറ്റൊന്ന് വാഹന രജിസ്ട്രേഷനാണ്. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ രാജ്യം നിലനിർത്തിപ്പോരുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ ഐക്കണുകളായി വെഹിക്കിൾ രജിസ്ട്രേഷനുകൾ നിലനിന്നിരുന്നു. KL, TN, KA, MH ഇങ്ങനെ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് രജിസ്ട്രേഷൻ നടത്തിയിരുന്നത്. അത് BH പോകാൻ, ഭാരത് രജിസ്ട്രേഷനിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പോലീസ് സംവിധാനങ്ങൾ, ഇന്റലിജൻസ് ബ്യൂറോ കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് ബ്യൂറോയുള്ള സംസ്ഥാനമായി കേരളം അടുത്ത വർഷത്തോടു കൂടി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിങ് നൽകുന്നത് പ്രധാനമായും കേരളമാണ്. എന്ത് സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഈ രാജ്യത്തെ തെരുവ് മൃഗങ്ങളോട് കടിപിടി കൂടുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു നേരത്തെ സുഭിക്ഷമായ അന്നം വിതരണം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഫണ്ടിങ് എന്ന് പറയുന്നത്. ആ ഫണ്ടിങ് നടത്തുന്നത് കൊണ്ട് അതിനെ തടയിടാൻ വേണ്ടി കേരളത്തിലെ ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രം പോരാ, ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇന്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസ് തുടങ്ങണമെന്നാണ്. നേരത്തെ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. NIA യുടെ സ്റ്റേഷനുകൾ കേരളത്തിൽ വ്യാപകമാക്കുക എന്നതാണ്.
നേരത്തെ അത് കൊച്ചിയിലാണ് ഉണ്ടായിരുന്നത്. ഇനി കേരളത്തിൽ ഉടനീളം NIA ഓഫീസ് ഉണ്ടാവണമെന്നാണ്. പരപ്പനങ്ങാടി സക്കരിയെ പിടിച്ചുകൊണ്ടുപോയത് നമുക്കറിയാം. ഇങ്ങനെ ധാരാളം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ തൊട്ടടുത്ത സർക്കിളിനൊരു വിവരം കൊടുക്കണം, നിങ്ങളുടെ സർക്കിളിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ എടുത്തുകൊണ്ടുപോയി എന്നത്. ഇനി അത് വേണ്ടതില്ല. ആർക്കും എവിടെ വെച്ചും ഏത് കേസിലും പ്രതി ചേർത്ത് എവിടേക്കും ഈ സംസ്ഥാനത്ത് ആളുകളെ കൊണ്ടുപോകാനുള്ള നിയമം NIA കൂടുതൽ വികേന്ദ്രീകരിക്കുന്നതിലൂടെ നടപ്പിലാവുകയാണ്. മറ്റൊന്ന് നമുക്കറിയാം, DGP എന്ന് പറയുന്ന സംവിധാനം. DGP യഥാർത്ഥത്തിൽ അതാത് സ്റ്റേറ്റ് സർക്കാരിനോട് പ്രതിബദ്ധത ഉണ്ടാവേണ്ട പോലീസ് മേധാവിയാണ്. ഇനി മുതൽ അതും ആവശ്യമില്ല. DGP എവിടേക്കും സ്ഥലം മാറ്റാൻ സ്റ്റേറ്റ് സർക്കാരിന്റെ പെർമിഷൻ ഇല്ലാതെ അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട് എന്നതാണ്. കേരള DGP ഒറീസയിലേക്ക് മാറ്റാം, ഒറീസ DGP മഹാരാഷ്ട്രയിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് എത്ര ചങ്കുള്ളവരാണെങ്കിലും പോലീസ് സംവിധാനം എന്ന് പറയുന്നത് നേരിട്ട് കേന്ദ്രം ഭരിക്കുന്നവരുടെ പ്രത്യയശാസ്ത്രത്തെ പരിപാലിക്കുന്നതായി മാറും എന്ന് നിയമം മുഖേന സ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് RSSന്റെ മേധാവി പറയുന്നത് ഞങ്ങളുടെ 60% അജണ്ടകൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ പൂർത്തീകരിക്കുമെന്നാണ്. നമ്മളിത് വായിച്ചു നോക്കിയാൽ RSSന്റെ അജണ്ടകൾ പ്രത്യക്ഷത്തിൽ കാണില്ല. പക്ഷേ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ആ സാമൂഹ്യ വ്യവസ്ഥ ഇന്ത്യയിൽ പുലരണമെന്ന് സ്വപ്നം കാണുന്ന സവർണ മാഡമ്പി വ്യവസ്ഥ ഏറ്റവും ഉന്നതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയായി പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം NEP-യിൽ ചില വകുപ്പുകളുണ്ട്. NEP-യിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വിഭാഗമാരാണ് ഇവിടുത്തെ ദരിദ്രരാണ്, ദലിതരാണ്, കീഴാളരാണ്, മുസ്ലിങ്ങളാണ്. അവരെല്ലാം വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് പുറംതള്ളുന്ന വ്യവസ്ഥകൾ. ഏറ്റവും ഒടുവിലത്തെ ഹിജാബ് വിവാദം പോലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് നീട്ടാൻ പോകണേ. ഹൈക്കോടതി വിധി എവിടെ ഉണ്ടായാലും എവിടെയും അത് ബാധകമാണ്. കേരളത്തിൽ ഒരു സ്ഥാപനത്തിന് വേണമെങ്കിൽ ഹിജാബ് പെർമിഷൻ ഒഴിവാക്കാനുള്ള വിധി ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട്. കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിന്റെ ജഡ്ജ്മെന്റ് എല്ലാ സംസ്ഥാനത്തും ബാധകമാക്കാമെന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ചുള്ള വിഭാവന എന്ന് പറയുന്നത് നിങ്ങൾ സരസ്വതി പൂജ കൊണ്ട് സ്കൂൾ ആരംഭിക്കണമെന്നതാണ്. സൂര്യ നമസ്കാരം കൊണ്ട് സ്കൂൾ അവസാനിപ്പിക്കാൻ ദേശീയ ഗാനത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. അങ്ങനെ തുടങ്ങി ബ്രാഹ്മിൻ ബന്ധൻ ഭൂമി പൂജ എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേരെന്താണ്? ഇന്ത്യനൈസേഷൻ എന്നാണ് പറയുന്നത്, ഇന്ത്യാവൽക്കരണം എന്നാണ് പറയുന്നത്. നമുക്കത് എതിർക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യ എതിർക്കുന്നവരെന്ന നരേഷൻ വളരെ പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ അതിലൂടെ അവർക്ക് സാധിക്കുന്നുവെന്നതാണ്. അങ്ങനെ ഇന്ത്യ വിരുദ്ധമായ സംസ്കാരത്തിന് എതിര് നിൽക്കുന്നവർ എന്ന് ഇതിനെ എതിർക്കുന്നവരെ പ്രചരിപ്പിക്കാൻ പാകത്തിൽ അതിന്റെ കോർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് താഴ്ന്നവരും കീഴാളരും ആയ ജനവിഭാഗങ്ങളെ നിരുപാധികം ഇല്ലായ്മ ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് NEP എന്ന് പറയുന്നത്. മറ്റും നമുക്കറിയാവുന്നതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കരണം ഹരിയാന അതിന്റെ ഉദാഹരണമാണ്, UP അതിന്റെ ഉദാഹരണമാണ്. ഇതൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാണ്. ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലായാൽ എന്തൊക്കെ സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ ഉത്തർപ്രദേശിലും ഹരിയാനയിലുമുണ്ട്. രാജ്യം മുഴുവൻ നടപ്പിലാക്കുകയാണ്. കഴിഞ്ഞ വർഷം RSS എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ പാരാമിലിറ്റന്റ് മൂവ്മെന്റ് ആണ് RSS എന്ന് പറയുന്നത്. RSSന്റെ ഒരു വർഷത്തെ റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു വർഷം ചെയ്ത പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഓർഗനൈസർ അതിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ്. ആകെ ചെയ്ത കാര്യമെന്നാണ് പറയുന്നത്, നിയമം മുഖേന 2024 ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാം, എങ്ങനെ ഹിന്ദുരാഷ്ട്രമാക്കാം എന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും വർക്ക്ഷോപ്പുകളും ശിബിരങ്ങളും മാത്രമാണ് നടത്തിയതെന്നാണ്. കേരളത്തിൽ നടക്കം നൂറുകണക്കിന് അഡ്വക്കേറ്റുമാർ ആ ക്യാമ്പിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് നാഗ്പൂരിൽ ഓഫീസിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിയമം മുഖേന ഇന്ത്യ രാജ്യത്തിന്റെ ഈ സംവിധാനത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ പദ്ധതികളാണ് ഈ അടുത്ത് നടപ്പിലാകാൻ പോകുന്ന ഓരോ നിയമങ്ങളും. നടപ്പിലായ നിയമങ്ങളും NRCയും CAA നമുക്കറിയാം. NRCയുടെയും CAAയുടെയും മുമ്പ് കാശ്മീരുമായി ബന്ധപ്പെട്ടത് 1.5 മണിക്കൂർ കൊണ്ടാണ് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ നെടുക പുലർത്തി സംസ്ഥാനം തന്നെ ഇല്ലാതെയാക്കാൻ സംഘപരിവാറിന് ആകെ വേണ്ടി വന്നത് 1.5 മണിക്കൂറാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് അത്ര എളുപ്പം ഈ രാജ്യത്തെ വിഴുങ്ങാൻ പറ്റുമോ എന്ന് നമ്മളെ നിഷ്കളങ്കരായ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. രാജ്യത്തെ മുച്ചൂടും നശിപ്പിക്കാനുള്ള നിയമങ്ങൾ ഈ രാജ്യത്തുണ്ടാവുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP വന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കോൺഗ്രസിന് പോലും ചരിത്രത്തിൽ അത്ര സീറ്റ് കിട്ടിയിട്ടില്ല. ആ സീറ്റിന്റെ ആഘോഷമാണ്. എന്ന് പറഞ്ഞാൽ
നിയമം വഴി ഈ രാജ്യത്തിന്റെ ആധാരങ്ങളെ മാറ്റിയെഴുതാനുള്ള പരിശ്രമങ്ങൾ ഈ രാജ്യത്ത് വിപത്താപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ വെറുപ്പ് ഇവിടെ വിജയിക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ സിംഹാസനത്തിൽ അമർന്നിരിക്കണമെങ്കിൽ ചില വെറുപ്പുകൾ പ്രചരിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവർ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. ആ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എല്ലാ വിവാദങ്ങളും ഇസ്ലാമോഫോബിക്കായ വിവാദങ്ങളിലൂടെ തങ്ങളുടെ അധികാരത്തിന്റെ ബലം ഊട്ടിയുറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് സംഘപരിവാർ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളും. 1 കോടി ഫേക്ക് ഐഡികളാണ് സംഘപരിവാർ ഈ രാജ്യത്ത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിന്റെ കേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കും അതുപോലെ സർക്കാരുകൾ തമ്മിലുള്ള കേസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഘപരിവാർ വിരുദ്ധ പോസ്റ്റുകൾ അതുപോലെ തന്നെ വീഡിയോകൾ ഷെയർ ചെയ്താൽ അതിനല്പം റീച്ച് കൂടുതലാണെന്ന് കണ്ടാൽ വളരെ പെട്ടെന്ന് അത് ഫേസ്ബുക്കിൽ അപ്രത്യക്ഷമാവുകയാണ്. അപ്പൊ ഈ രാജ്യത്തെ ഫേസ്ബുക്കിന്റെ മേധാവി ഈ രാജ്യത്തെ ഏറ്റവും വലിയ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിന് കൂട്ടുനിന്നു എന്ന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫേക്ക് ഐഡികൾ സോഷ്യൽ മീഡിയയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ആ അപ്പോസ്തലന്മാർക്ക് അറിഞ്ഞുകൊണ്ട് നടത്തുന്ന കളിയാണ്. അങ്ങനെ 1 കോടി ഫേക്ക് ഐഡികളിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഫേക്ക് ഐഡികൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഫേക്ക് ഐഡിയയാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. അതിന്റെ ഐഡികൾ മാത്രമല്ല, ഐഡിയയും വ്യാജമാണ്. ഈ രാജ്യത്ത് നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഐഡിയയുമായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിലനിൽക്കണം എന്ന ആഗ്രഹം അവർക്കുണ്ടായത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെറുപ്പിന്റെ ആഴമത്രയാണ്, അതാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത്. നേരത്തെ നഹസ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 13 വയസ്സുകാരനായ ഒരു കുട്ടി ഒരു മനുഷ്യനെ വെട്ടി കൊലപ്പെടുത്തി ആ മനുഷ്യന്റെ ദേഹത്ത് ചാക്ക് വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുന്ന രംഗം കൈവിറക്കാതെ ഷൂട്ട് ചെയ്തു വന്നതാണ് ഈ രാജ്യത്തെ വെറുപ്പിന്റെ ആഴമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ദേഹത്ത് ചാടിത്തിമറക്കുന്ന ഫോട്ടോഗ്രാഫറുടെ ഒരു ഫ്രെയിമാണ് ഈ രാജ്യത്ത് സംഘപരിവാർ ഈ രാജ്യത്തിന്റെ സിരകളിൽ പടർത്തിയ വെറുപ്പിന്റെ ആഴമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ തല്ലിക്കൊലകളിലൂടെ അനേകം മനുഷ്യരെ, നിരപരാധികളായ ആളുകളെ, ഹാഫിൽ ജുനൈദും മുഹമ്മദ് അഖിലാഖും അതുപോലെ തന്നെ മുഹമ്മദ് അസീമും അടക്കമുള്ള ധാരാളം ആളുകൾ, പേരറിയുന്നതും അറിയാത്തതുമായ അനേകം മനുഷ്യരെ നമ്മൾ കണ്ടാൽ അറച്ചു പോകുന്ന രീതിയിൽ, കണ്ടാൽ എല്ലാവരുടെയും മനസ്സലിഞ്ഞു പോകുന്ന രീതിയിൽ, അതിനിഷ്ഠൂരമായ രീതിയിൽ ആൾക്കൂട്ടം എങ്ങനെ അവരെ കൊല ചെയ്തുവെന്ന് നോക്കിയാൽ ഈ വെറുപ്പ് അത്രമേൽ ആഴത്തിലാണ്. നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഇരച്ചു വരികയാണ്. ഗ്രാമങ്ങൾ ഒരു പരിധിവരെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ അത് ഇരച്ചു കയറി വരുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ എല്ലായിടങ്ങളിലും ഇന്ത്യ രാജ്യത്തിന്റെ ഞരമ്പുകളിൽ വിഷലിപ്തമായ വെറുപ്പിന്റെ വ്യാപാരം നടത്തുകയും അതിന്റെ ലാഭം കൊണ്ട്, മിച്ചധനം കൊണ്ട് ഈ രാജ്യത്ത് അധികാരത്തിൽ അമർന്നിരിക്കാൻ പ്ലാനുകളും ആസൂത്രണങ്ങളും ചെയ്ത പദ്ധതിയാണ് സംഘപരിവാറിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. ആ ഐഡിയോളജിയെ പരോക്ഷമായും പ്രത്യക്ഷമായും എല്ലാവരും സഹായിച്ചു കൊണ്ടിരിക്കാൻ അല്പചില്പ അവസരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, അല്പം ചില്പം എതിർപ്പുകളും വിയോജിപ്പുകളും ഒഴിച്ചു നിർത്തിയാൽ, MK സ്റ്റാലിൻ എന്ന് പറയുന്ന ധീരനായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ വിയോജിപ്പുകൾ, കാതലും ആശയപരവുമായ വിയോജിപ്പുകൾ ഒഴിച്ചു നിർത്തിയാൽ ഈ രാജ്യത്ത് സംഘപരിവാറിന് വിയോജിപ്പുള്ള ഒരു ഭരണാധികാരിയും ഇല്ല എന്ന് മാത്രമല്ല, പലരും സംഘപരിവാർ പോലും അത്ഭുതപ്പെടുത്തുന്ന അടിമത്തത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, PC ജോർജ് എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തൊരു MLA ആയിരുന്ന വ്യക്തി എത്ര വിഷലിപ്തമായ പ്രസ്താവനകളാണ് നടത്തിയത്. അത് ഇസ്ലാമോഫോബിയാണെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ചായ ജിഹാദ് എന്ന പുതിയൊരു പദം തന്നെ, പുതിയൊരു രീതി അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ജിഹാദുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇങ്ങനെ വിഷലിപ്തമായ അത്യന്തം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയ ആ മനുഷ്യൻ മാത്രമല്ല ഇസ്ലാമോഫോബിയുടെ പ്രചാരകൻ എന്ന് പറയുന്നത്. ആ മനുഷ്യനെ മുട്ടിവിളിച്ച് സല്യൂട്ട് അടിച്ച പോലീസ് സംവിധാനം ഇസ്ലാമോഫോബിയുടെ വെറുപ്പിന്റെ പ്രചാരകരാണ് എന്ന് മാത്രമല്ല, അവരെ പിടിച്ചുകൊണ്ടുപോയി വൈകുന്നേരമാകുമ്പോൾ കിടക്കുന്ന ബെഡിലേക്ക് തന്നെ തിരിച്ച് അദ്ദേഹത്തെത്തി അങ്ങനെ മനോഹരമായി ഇസ്ലാം വെറുപ്പ് പ്രചരിച്ച ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്ത ഭരണകൂടവും ഇസ്ലാമോഫോബിയുടെ പ്രചാരകരാണ്. ഇങ്ങനെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, അതിനെ സഹായിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും ഈ രാജ്യത്ത് അതിനെ ഊട്ടിയുറപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് യോഗി ആദിത്യനാഥ് തന്റെ ഇലക്ഷൻ പ്രചാരണത്തിന് ഉപയോഗിച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം ബാക്കപ്പ് തേടിയത്, ഫലം തേടിയത് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്.
കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി തെളിവ് സഹിതം അത് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് യുക്തി അതിനാവശ്യമില്ല. എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ട എന്ന് നിങ്ങൾ ചോദിച്ചാൽ ലോജിക്ക് ഇല്ലാത്തതാണ് വെറുപ്പെന്ന് പറയുന്നത്, ന്യായമില്ലാത്തതാണ് വെറുപ്പെന്ന് പറയുന്നത്. ഫ്യൂഡൽ മാടമ്പി വ്യവസ്ഥയിൽ ജനങ്ങളെ തട്ടിതിരിച്ച് വർണ്ണാശ്രമ വ്യവസ്ഥയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാടും നീതിയുമെന്ന് പ്രഘോഷിച്ച മനുഷ്യർ, ആ പ്രത്യയശാസ്ത്രത്തെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ നെറുകയിൽ ഭരണ സംവിധാനത്തിൽ പതിട്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരാശയ പദ്ധതി, ആ ആശയ പദ്ധതി യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് മറ്റൊരു ഐത്ത വിവസ്ഥ കൂടി കൊണ്ടുവരികയാണ്. അതാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇതൊരു പുത്തൻ ഐത്ത വിവസ്ഥയാണ്. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും എന്ന് പറഞ്ഞ് വർണ്ണാശ്രമ വിവസ്ഥ ഉണ്ടാക്കിയതിന്റെ മറ്റൊരു പതിപ്പാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇതൊരു ഐത്തമാണ്. തീണ്ടിക്കൂടാത്തവരുമായ ഒരു ജനവിഭാഗത്തെ പുതുതായി സൃഷ്ടിക്കുകയാണ്. അവരിൽ നിരന്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ അധികാരത്തെയും തങ്ങളുടെ ശക്തിയെയും ഊട്ടിയുറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നിങ്ങൾ ആരോടാണിത് പറയുന്നത്? സംഘപരിവാർ എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തോട് അവർക്ക് നിയമത്തിൽ തന്നെ വിശ്വാസമില്ല. രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ മാനിക്കുന്നത് പോലും തങ്ങൾക്ക് അത് അനുകൂലമായി നിൽക്കുമെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയും നിയമവ്യവസ്ഥയും മാനിക്കുന്ന നിഘണ്ടു സംഘപരിവാറിന്റെ ഒരു നിഘണ്ടുവിലും നമുക്ക് കാണാൻ കഴിയില്ല. എന്നിട്ട് നമ്മൾ ഈ ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമാക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ സമൂഹത്തോടാണ്. ഇവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫാസിസ്റ്റ് വിരുദ്ധമാവണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള സംഘടനയാണ് യൂത്ത് മൂവ്മെന്റ് ആണ്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കണമെന്ന് ഇവിടുത്തെ സമൂഹത്തോടും അങ്ങനെ ഫാസിസ്റ്റ് വിരുദ്ധ സാമൂഹ്യ സംഘാടനത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു മുദ്രാവാക്യമായി കേരളത്തിൽ ഇത് ഉയർന്നു വരണം എന്ന ഒരു മനസാന്നിധ്യത്തോടു കൂടിയാണ് ഈ മുദ്രാവാക്യം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കാരവന്റെ ഭാഗമായി ഉയർത്തുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും നാളെ രാവിലെ പാർലമെന്റിൽ നിയമം പാസാക്കുമെന്ന ഒരു വ്യാജ പരിവേഷം നമുക്ക് അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയും നമുക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് ആർജവമുള്ള നിലപാടുകൾ സമ്മാനിക്കാൻ ഈ മുദ്രാവാക്യങ്ങൾക്ക് സാധിക്കും എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് അത്യന്തം അപകടകരമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിയമം വഴി നിങ്ങളെ പദങ്ങളും നരേശനുകളും രൂപപ്പെടുകയാണ്. ഹിജാബ് എന്ന് പറയുന്ന യൂണിഫോമിന്റെ വകുപ്പിലാണ് ചേർക്കുന്നത്. നിങ്ങൾ ജംഗിപ്പൂരും ഹിമ്മത്ത് നഗറിൽ BJP തോറ്റതാണ്. തോറ്റ കാരണം കൊണ്ട് ഹിമ്മത്ത് നഗർ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നതാണ്. കാരണം എന്താ? ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല, കോൺഗ്രസിനാണ് വോട്ട് ചെയ്തതെന്നാണ്. ജംഗിപ്പൂർ നമുക്കറിയാം. ജംഗിപ്പൂരിന്റെ സ്ട്രീറ്റുകളിൽ ABCDG വരെയുള്ള ബ്ലോക്കുകൾ നമുക്ക് കാണാം. ഈ ബ്ലോക്കിൽ C ബ്ലോക്ക് മാത്രമാണ് നിയമവിരുദ്ധമെന്നാണ് സർക്കാർ പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അതിന് എഴുതിയ വാർത്ത എന്താണ്? സംഘപരിവാറിന്റെ ഭാഷ്യമാണ്. സംഘപരിവാറിന്റെ ഭാഷ്യം ഏതാണ്? നിയമഭാഷ്യമാണ്. അത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇല്ലീഗലായ കുടിയേറ്റം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് C ബ്ലോക്ക് മാത്രം ഇല്ലീഗലായ കുടിയേറ്റമായത്? അപ്പുറത്ത് 5-6 ബ്ലോക്കുകൾ അതെല്ലാം നിയമപരമായതെന്ന് ചോദിച്ചാൽ, നിയമമെന്ന് പറയുന്നത് ഫാസിസ്റ്റ് അജണ്ടകളുടെ പരിപാലനത്തിന് വേണ്ടി വളരെ ഭംഗിയായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. ഇനി ഏക സിവിൽ കോഡ് വരികയാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ യൂണിഫോം സിവിൽ കോഡിന്റെ നിയമങ്ങൾ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. പാർലമെന്റിൽ കൊണ്ടുവരികയാണ്. ആരാണ് എതിർക്കാനുള്ള ശക്തി പ്രതിപക്ഷത്തില്ലാതെ പോയിരിക്കുകയാണ്. എതിർക്കുന്നവർ നന്നെ കുറഞ്ഞു പോയിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ തലങ്ങളിൽ പോലും അതിന്റെ വിയോജിപ്പിന്റെ ശബ്ദം നേർത്തു വരുമ്പോൾ അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ വംശീയ ഉന്മൂലനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കൊണ്ടാണ്. ചെയ്യുക മാത്രമല്ല, അതിനുവേണ്ടി ബാക്കപ്പ് ചെയ്യുന്ന മുഴുവൻ തല്ലിക്കൊലകൾ നടത്തിയ ആളുകളെയും യഥാർത്ഥ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളാക്കി വെക്കുകയാണ്. ശംഭുലാൽ എന്ന് പറയുന്ന ഈ ക്രൂരകൃത്യം ചെയ്ത മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ പണം തന്നത് 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഒന്ന് UP ആണ്. UP BJP ഭരിക്കുന്നതാണ്. കേരളമാണ്. കേരളത്തിൽ ഒരു MLA പോലും BJPക്കില്ല എന്ന് പെരുമ നടിക്കുന്നവർ എങ്ങനെയാണ് ശംഭുലാൽ എന്ന് പറയുന്ന ഈ ക്രൂരകൃത്യം ചെയ്ത സംഘപരിവാർ പ്രവർത്തകന്റെ അക്കൗണ്ടിലേക്ക് കേരളത്തിൽ നിന്ന് ഇത്രമാത്രം പണം പോയെന്ന് ചോദിച്ചാൽ, ഈ ഒരു മാനസികമായ അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തും വികസിച്ചു വരികയാണ്. അതിന് പല ആളുകളും വളവും വെള്ളവും നൽകി ചേരുകയാണ്. അവരോട് വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏതെങ്കിലും ഒരു ഭരണ തുടർച്ച കാലാകാലം കിട്ടുമെന്ന് കരുതി ഇവിടത്തെ
പരിശോധന നടത്തേണ്ട അവസാന ഘട്ടത്തിലാണ് കേരളത്തിന്റെ അധികാര തുടർച്ച എത്തിയിരിക്കുന്നത്. പോലീസ് സംവിധാനങ്ങൾ എന്ന് പറയുന്നത് നിയമം മുഖേന അവർ എടുത്തുകൊണ്ടുപോയിരിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഇനി പെറ്റിയടിക്കാനും കുറ്റിക്ക് കാവൽ നിൽക്കാനും മാത്രം കഴിയുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഇനി ഭരണകൂടത്തെ കുറിച്ചാണ് പറയുന്നത്. ഫെഡറൽ സംവിധാനം എന്ന് NEP കുറിച്ച് വിയോജിപ്പ് കേരളം രേഖപ്പെടുത്തിയിട്ടുണ്ട്, വെസ്റ്റ് ബംഗാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തമിഴ്നാട് അത് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആശങ്കപ്പെടുകയും എന്നാൽ ശബ്ദിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് കേരളം, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനങ്ങൾ മാറാൻ പോവുകയാണ്. ഓരോന്നോരോന്ന് എടുക്കുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, വാഹനത്തിന്റെയും ലാൻഡിന്റെയും എടുത്തു കഴിഞ്ഞു, അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളുടെ അധികാരം എടുത്തു കഴിഞ്ഞു. GSTയും നോട്ട് നിരോധനവും ഒക്കെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ളതാണ്. NIA വ്യാപനവും ഇന്റലിജൻസ് ബ്യൂറോയുടെ വ്യാപനവുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കാതെ
മനുഷ്യൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്, രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയല്ല. 300-ലധികം സ്ത്രീകൾ അടിമ സമാനമായി പിടിച്ചുവെച്ച ജയിലറകളിൽ നിന്ന് മോചിപ്പിക്കാനാണ് മുഹമ്മദ് ബിൻ ഖാസിം ആദ്യമായി ഇന്ത്യയിലെത്തുന്നത്. ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം ജയ്പൂരിൽ നടത്തിയത് അങ്ങനെയാണ്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാതി ഉച്ചനീചത്വങ്ങൾക്കെതിരെ സാഹോദര്യത്തിന്റെ മുദ്രാവാക്യം ജീവിതത്തിലൂടെ ഈ രാജ്യത്തിന്റെ ഗന്ധങ്ങളാക്കി സുഗന്ധമാക്കി പരത്തിയതാണ് ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറയുന്നത്. കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നത് മാലിക് ദീനാർ വഴിയാണ്. നമുക്കറിയാവുന്ന ചരിത്രമാണ്. മാലിക് ദീനാറിനെ കുറിച്ച് സർദാർ കെ.എം. പണിക്കർ എഴുതിയ ചരിത്രമുണ്ട്. എങ്ങനെയാണ് ഇസ്ലാം പറഞ്ഞത്? പ്രസംഗിച്ചതല്ല, മുദ്രാവാക്യങ്ങൾ വിളിച്ചതല്ല. സാഹോദര്യം ഈ രാജ്യം അനുഭവിച്ചതാണ്. സാഹോദര്യം ഇന്നും ഈ രാജ്യം അനുഭവിക്കുന്നുണ്ട്. സാമൂഹ്യ ഘടനയിൽ ഐക്യത്തെ ഉച്ചാടനം ചെയ്യാൻ ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിന് കഴിയുമെങ്കിൽ ഇസ്ലാമായിരിക്കുമെന്ന് പെരിയോർ പറഞ്ഞത് ഇതിന്റെ ഭാഗമാണ്. അംബേദ്കറിനും ആ ബോധ്യമുള്ള ചരിത്രം നമുക്കറിയാവുന്നതാണ്. പിന്നീട് എന്തുകൊണ്ട് ബുദ്ധമതം സ്വീകരിച്ചു വന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്ലാമിന്റെ എലമെന്റ് ഉണ്ട്. സാഹോദര്യം എന്ന് പറയുന്ന ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതിന്റെ എലമെന്റ് ആണ്. ലോകത്ത് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായ ആളുകൾ വന്ന് ആഫ്രിക്കയിലേക്ക് മനുഷ്യന്റെ വിമോചനത്തെ കുറിച്ച് പാടിപ്പുകടത്തി വന്ന കമ്മ്യൂണിസത്തെ പുറം കാലുകൊണ്ട് ആഫ്രിക്ക തട്ടിത്തെറിപ്പിക്കുകയും ഇസ്ലാമിനെ അവർ ആലിംഗനം ചെയ്യുകയും ചെയ്തത് ഈ സാഹോദര്യ ബോധത്തിൽ കാപ്പട്യമില്ലാത്ത നിറവും തികവുമുള്ളത് ഇസ്ലാമാണെന്ന് ആഫ്രിക്കയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ്. ഇന്ത്യയും അങ്ങനെയാണ്. ഇസ്ലാമിനെ സ്വീകരിച്ചത് അങ്ങനെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമുണ്ട് എന്ന് ലോകത്തോട് പറഞ്ഞതാരാണ്? മുസ്ലിങ്ങളാണ്, അറബികളാണ്. ഇവിടെ ഒരു രാജ്യമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരാണ്. ഞാനും നിങ്ങളും ധരിച്ചിരിക്കുന്ന തുന്നിയ വസ്ത്രം ഈ രാജ്യത്തിന് സമ്മാനിച്ചതാരാണ്? ഈ രാജ്യത്തിന്റെ നഗ്നത മറക്കാൻ ഈ രാജ്യത്തെ പരിശീലിപ്പിച്ചതാരാണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വസ്ത്രം സമ്മാനിച്ചത് മുസ്ലിങ്ങളാണ്. ഇങ്ങനെ ധാരാളമുണ്ട്. ഇതൊന്നും മുസ്ലിം ചരിത്രകാരന്മാർ പറഞ്ഞതല്ല. മാലിക് ദീനാറും കൂട്ടരും അദ്ദേഹം ഈ രാജ്യത്ത് 40 വീടുകളിൽ ഭക്ഷണം എത്തിച്ചിട്ട് രാത്രി ഭക്ഷണം കഴിക്കാറുള്ളൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറക്കുന്നവൻ വിശ്വാസിയല്ല? ആരാണ് ദൂതര അയൽവാസി? നിന്റെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമുള്ള 40 വീടുകൾ എന്ന് പറഞ്ഞപ്പോ ജീവിതം കൊണ്ട് 40 വീടിലേക്ക് ഭക്ഷണം എത്തിച്ച മാലിക് ദീനാറിന്റെ ആദർശം സ്വീകരിക്കാതെ ഈ രാജ്യത്തിന് നിവൃത്തി ഉണ്ടായിരുന്നില്ല. മാലിക് ദീനാർ ചൂണ്ടിയ ചെറിയ കച്ചവടം ചെയ്യുന്ന കട ഉടമസ്ഥനാണ് കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, അപ്പു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്? അതിനു മുമ്പ് കേരളത്തിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു രാജാവാണ്. സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച അപ്പുവാൻ. മാലിക് ദീനാർ കച്ചവടക്കാരനാണ്. കൊടുങ്ങല്ലൂർ അദ്ദേഹം കച്ചവടം ചെയ്യുന്ന സമയത്ത് തന്റെ കടയിലേക്ക് സാധനവുമായി വരിക ആളുകൾ കൂട്ടം കൂട്ടമായി വരികയാണ്. അവിടുത്തെ കച്ചവടക്കാരെല്ലാം അവരുടെ കച്ചവടം ഇല്ലാതെയാവുമെന്ന് മനസ്സിലായപ്പോ ഉച്ചക്കത്തെ കച്ചവടം അവസാനിപ്പിക്കുകയാണ്. ഉച്ചവരെയായി കച്ചവടം അദ്ദേഹം ഉച്ചവരെയാക്കി നിർത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കച്ചവടം സ്റ്റോപ്പ് ചെയ്ത് തന്റെ കടയിലേക്ക് ആരെങ്കിലും സാധനം അന്വേഷിച്ചു വന്നാൽ ഇതാ ആ കടയിൽ ആ സാധനം കിട്ടുമെന്ന് ചൂണ്ടിപ്പറഞ്ഞ കടയുടെ ഉടമസ്ഥനാണ് ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ മുസ്ലിം എന്ന് പറയുന്നത്. സാഹോദര്യത്തിന്റെ സമഭാവനകളിലൂടെ ലോകത്തെ കണ്ണീരരിപ്പിക്കുന്ന മനുഷ്യരെയും മർദ്ദിത ജനവിഭാഗത്തെയും മുൻവിധികളില്ലാതെ ചേർത്ത് പിടിച്ച ഒരു ആദർശം ഏതാണോ? ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞ ആദർശത്തെയും ആദർശത്തിന്റെ പ്രചാരകരെയും മുൻവിധികളോടുകൂടി സമീപിക്കുക എന്നത് എല്ലാ കാലഘട്ടത്തിലും രൂക്ഷമായി നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിനെതിരെയുള്ള പ്രതിസ്വരമാണ്. ഇന്ന് സംഘപരിവാർ അതിന്റെ ബീഭത്സമായി വർണ്ണാശ്രമ വിപത്തക്ക് മനുഷ്യനൈത്തത്തിലും അതുപോലെ തട്ടുകളായി തരംതിരിക്കുവാനും ആദർശം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ എതിര് നിൽക്കുന്നത് ആരായിരിക്കും എന്നവർക്കറിയാം. അത് ഇസ്ലാമാണ്. ആ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ ആദർശപരമായി ഇല്ലാതാക്കുവാൻ സാധ്യമല്ലെന്ന ബോധ്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെതിരെ നട്ടാൽ മുടക്കാത്ത നുണകളും വെറുപ്പും പ്രചരിപ്പിച്ചുകൊണ്ട് ആ വെറുപ്പിന്റെ മൂലധനം ഇന്ധനമാക്കി ഈ രാജ്യത്ത് ഭരിക്കാമെന്നവർ വിചാരിക്കുന്നത്. ഇത് കുറെ കാലം പോകും, നമ്മളാരും വിചാരിക്കുന്നില്ല വളരെ പെട്ടെന്ന് ഇത് അവസാനിക്കുമെന്ന്. പക്ഷേ ആ പെട്ടെന്ന് അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടെ രൂപപ്പെടേണ്ട ഒരു സാമൂഹ്യ സംഘാടനമുണ്ട്. ആ സാമൂഹ്യ സംഘാടനം എന്ന് പറയുന്നത് ദുർബലന്റെ കൈക്ക് പിടിച്ച് ദുർബലന്റെ ചേർത്ത് പിടിച്ച് മർദ്ദകന്റെ കൈക്ക് പിടിക്കാൻ കൈപ്പുറ്റ ഒരു ആദർശമായി ഈ ആദർശ സമൂഹമായി ഈ രാജ്യത്തെ മുഴുവൻ പൗരസഞ്ചയങ്ങളും ഉണർന്നു വരണമെന്നാണ്. ജനാധിപത്യ അന്തരീക്ഷവും ബോധവും ജനാധിപത്യ പ്രക്രിയക്കാളും വലുതാണെന്ന ബോധം ഈ രാജ്യത്തുണ്ടാവണമെന്നാണ്. നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരുടെ നിലവിളികളെ കൂടെ നിൽക്കാൻ ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗം ജനങ്ങൾക്ക് സാധ്യമാവണമെന്നാണ്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു രാജ്യക്രമത്തിനും അങ്ങനെ സാധ്യമാവുന്ന ഒരു സാമൂഹ്യ സംഘാടനത്തിനുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ മുദ്രാവാക്യം. ഈ കാരവാനിലെ തിരൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.